ആറാം സീസണിലെ ആറാമത്തെ ക്യാപ്റ്റൻ, ആറാം തമ്പുരാൻ എന്ന് തന്നെ പറയാം. കാരണം ഒരു ജനകീയ ക്യാപ്റ്റനാണ്. ജിൻഡോയ്ക്ക് കിട്ടിയ സീക്രട്ട് ബാലറ്റ് വോട്ടുകൾ ഒരു വമ്പൻ ഭൂരിപക്ഷമാണ്. അത് ഇന്നലെ ലാലേട്ടൻ ആ ഒരു ഗ്രാഫ് കാണിച്ചപ്പോൾ എല്ലാവരുടെയും കിളി പോയി. ജിൻഡോയുടെയും കിളി പോയി. എന്തായാലും എല്ലാ നാടകീയ മുഹൂർത്തങ്ങളും അവസാനിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് ജാസ്മിൻ ആ ഒരു ക്യാപ്റ്റൻസി ബാൻഡ് ജിൻഡോയ്ക്ക് കൈമാറിയത്. ഒരു അധികാര കൈമാറ്റം നടന്നത് ഇപ്പോഴാണ്. എന്നിട്ട് ജാസ്മിനെ നേരെ നെക്സ്റ്റ് ടീമിലേക്ക് വിട്ടു ജിൻഡോ. എന്നിട്ട് അവരെ ടണൽ റൂമിലേക്ക് വിട്ടു. സിബിനും പിന്നെ 4 പെങ്ങന്മാരും, അതാണ് പുതിയ ടണൽ ടീം. അഭിഷേക് എസിനെ ഡെൻ ടീമിലേക്ക് മാറ്റി. എന്നിട്ട് ഡെൻ ടീമിനെ മൊത്തത്തോടെ നെക്സ്റ്റ് റൂമിലേക്ക് മാറ്റി. പിന്നെ പഴയ പവർ ടീമാണ് ഇപ്പോ ഡെൻ റൂമില്. അവർക്കാണ് കിച്ചൺ ഡ്യൂട്ടി ജിൻഡോ കൊടുത്തിട്ടുള്ളത്. അപ്സരയുടെ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ടാണ് പഴയ പവർ ടീമിനെ കിച്ചണിലേക്ക് ഇട്ടത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ജാസ്മിന് കൊടുത്ത അതേ പണി നമ്മുടെ ജിൻഡോയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ്. അങ്ങനെ ഒരു പക്ഷാഭേദം കാണിച്ചില്ല കേട്ടോ. അതെന്തായാലും ഇഷ്ടപ്പെട്ടു. ജിൻഡോയ്ക്ക് പവർ റൂമിലേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പവർ റൂമിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അഭിഷേകിന്റെ ഒഴിവില് വേറെ ആളെ കയറ്റാൻ ബിഗ് ബോസ് ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് ജയിച്ച ഒരാളോടാണ് ഈ പരിപാടി ബിഗ് ബോസ് കാണിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.